ന്യൂസിലാൻഡിലെ ഒരു മിനി ഇന്ത്യ നിങ്ങൾക്ക് കാണണോ? ഹലോ, ഞാൻ അശ്വതി ഫ്രം ആലപ്പുഴ ടു കെ വി ലാൻഡ്. അപ്പം നമുക്ക് ഇന്ന് ന്യൂസിലാൻഡിൽ ഒരു ചെറിയ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോർ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള വെജീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ കണ്ട അനിയൻസ്, പൊറ്റേറ്റോസ്, ടൊമാറ്റോസ്, പിന്നെ കുറച്ച് ലെമൺ, ഇതൊക്കെയുള്ള ഫ്രഷ് ആയിട്ട് കിട്ടുന്നത്. പക്ഷേ സ്റ്റോറിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. അതിപ്പോൾ ഫ്രഷ് അല്ലെങ്കിലും ഫ്രോസൺ ആയിട്ടാണെങ്കിലും കിട്ടും കേട്ടോ. ഞാനിവിടെ ക്രഷ്ഡ് ഗാർലിക് ആൻഡ് ജിഞ്ചർ വാങ്ങാറുണ്ട്. ഇപ്പം നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന പോലെ ഫ്രഷ് ജിഞ്ചറും ഗാർലിക്കും ക്രഷ് ചെയ്ത് ഉണ്ടാക്കാനുള്ള ആ ലേസിനെസ് എന്ന് തന്നെ പറയാം. അപ്പം ഞാനിത് അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കും വീട്ടിൽ. പിന്നെ ഇത് ഫ്രഷ് ഇഡ്ഡലി ദോശ മിക്സ്, നമുക്ക് വീട്ടിൽ മാവൊന്നും അരയ്ക്കേണ്ട സമയമൊന്നും കളയേണ്ട, എല്ലാം കിട്ടും കേട്ടോ. അപ്പം പാലൊക്കെ ഇതുപോലെ ക്യാനിലാണ് കിട്ടുന്നത്. അപ്പോൾ ഈ പാലിൻ്റെ ക്യാപ്പില്ലേ, അതിൻ്റെ കളർ വെച്ച് നമുക്ക് പാലിൻ്റെ ഫാറ്റ് കോണ്ടൻറ്റ് അറിയാൻ പറ്റും. ഇപ്പം ലൈറ്റ് ബ്ലൂ കളറിൻ്റെ ക്യാപ്പാണെങ്കിൽ അത് ലോ ഫാറ്റ് കോണ്ടൻറ്റ് ഉള്ള പാലാണ്. പിന്നെ അതുപോലെ ഡാർക്ക് ബ്ലൂ ആണെങ്കിലോ അത് ഫുൾ ഫാറ്റുമാണ്. അതേപോലെ തന്നെ യോഗേർട്ടിലും കളർ ഓഫ് ദ ബോട്ടിൽ വെച്ച് നമുക്ക് ഫാറ്റ് കോണ്ടൻറ്റ് ഓഫ് ദ യോഗേർട്ട് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ കിട്ടാത്തതായിട്ടുള്ള ഒരു പരിപ്പ് വകകളും ഇല്ല. അപ്പോൾ പാക്കറ്റിൽ നമുക്ക് എല്ലാ പരിപ്പും കിട്ടും. നമ്മുടെ മസൂർ ദാൽ, ടൂർ ദാൽ, എല്ലാ പരിപ്പ് വകകളും, എല്ലാ പൊടികളും, ബേസൺ, അരിപ്പൊടി, ഇഡ്ഡലി ദോശ മാവ് പൊടി എല്ലാം നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് നാട്ടിൽ കിട്ടാൻ ഇതിവിടെ കിട്ടിയില്ലല്ലോ, അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ നമുക്ക് തോന്നില്ല. നമുക്ക് എല്ലാം ഇവിടെ കിട്ടും കേട്ടോ. ഞാൻ ഈ റെഡിമെയ്ഡ് ദോശപ്പൊടി വാങ്ങിച്ചപ്പോഴും വീട്ടിൽ വെക്കുകയെന്ന് വെച്ചാൽ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് 2 ദോശ ചുടാനാണെങ്കിൽ നമുക്ക് ഇത്തിരി മാവെടുത്ത് കളിക്കാൻ മതിയല്ല. ഇപ്പോൾ ഇതൊക്കെ നാട്ടിലും കിട്ടുമെന്ന് എനിക്കറിയാം കേട്ടോ. പക്ഷേ ഇവിടെ ഉള്ളവർ കൂടുതലും ഇതുപോലെയാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ അമ്മയൊക്കെ ഇപ്പോഴും വീട്ടിൽ ദോശമാവൊക്കെ അരച്ചാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പം ഇനി അവരുടെ ജനറേഷൻ കഴിഞ്ഞ് നമ്മുടെ ജനറേഷനിലോട്ട് വരുമ്പോൾ നമ്മൾ മാവൊക്കെ അരയ്ക്കുന്നതൊക്കെ അങ്ങ് വിടുമായിരിക്കും അല്ലേ. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള വെജീസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഫ്രോസൺ ആയിട്ട് അങ്ങ് കശ്മീർ മുതൽ കന്യാകുമാരി വരെ കിട്ടുന്ന എല്ലാ വെജീസും ഫ്രോസൺ ആയിട്ട് നമുക്കിവിടെ കിട്ടും. ഇവിടെ തേങ്ങ വരെ നമുക്ക് ഗ്രേറ്റഡ് ആയിട്ടുള്ളത് ഫ്രോസൺ കിട്ടും. പിന്നെ നമ്മുടെ ഈ വാഴപ്പിണ്ടിയുടെയൊക്കെ നമുക്ക് തോരനൊന്നും ഇവിടെ അതൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് തോരൻ ഉണ്ടാക്കി ഫ്രോസൺ ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ചൂടാക്കി അങ്ങ് കഴിച്ചാൽ മതി. പിന്നെ എല്ലാ പലഹാരങ്ങളുടെയും പഴംപൊരി, ഉഴുന്നുവട, ഉണ്ണിയപ്പം, ടേസ്റ്റ് അത്രയും വരത്തില്ലെങ്കിലും നമുക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ക്രേവിങ്സ് നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് വന്ന് വാങ്ങിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാം. അതേ സാമ്പാർ വരെ റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കി ഇവിടെ വെക്കുന്നുണ്ട്. ഇത്തിരി എക്സ്പെൻസീവ് ആണ്, പക്ഷേ കഴിക്കണമെന്ന് തോന്നുന്നവർക്ക് വന്ന് വാങ്ങിച്ച് കഴിക്കാം. പക്ഷേ ഇത് കണ്ടോ, ഈ തേങ്ങാ ചമ്മന്തി ഞാനത് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. തേങ്ങാ ചമ്മന്തിയൊക്കെ ഫ്രോസണിൽ കിട്ടും. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഇതൊരു പുതിയ ഇതായിരിക്കും, എനിക്കറിയില്ല. പിന്നെ നോർത്ത് ഇന്ത്യ കിട്ടുന്ന സാധനങ്ങളൊക്കെ. പിന്നെ കുഞ്ഞു മീനൊക്കെ ഫ്രോസൺ തന്നെ വാങ്ങിക്കണം. ഞാൻ ഇവിടുന്ന് കുറച്ച് വാങ്ങിയപ്പോഴും സ്റ്റോർ ചെയ്യാറുണ്ട് വീട്ടിൽ. എന്ന് വെച്ചാൽ ഇത് ന്യൂസിലൻഡ് കോസ്റ്റൽ ഏരിയ ആണെങ്കിലും ഇവിടെ നമുക്ക് മിക്കവാറും കിട്ടുന്നത് വലിയ മീനുകളാണ്. അപ്പോൾ കുഞ്ഞു മീൻ കഴിക്കണമെങ്കിൽ ഫ്രോസൺ തന്നെ വാങ്ങിക്കേണ്ടി വരുന്നു. അടുത്ത സെക്ഷനാണ് അരി വകകൾ. അപ്പോൾ നമുക്ക് എല്ലാവിധ അരികളും കിട്ടും കേട്ടോ. നമ്മുടെ മട്ട അരി, പിന്നെ കർണാടകയിലെ അരി, സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന അരികളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തപ്പുവാണെങ്കിൽ എല്ലാം കിട്ടും കേട്ടോ. പിന്നെ മുട്ട, ഞാൻ മിക്കവാറും ബാസ്മതി അരിയാണ് വാങ്ങുന്നത്. അത് കുക്ക് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയതുകൊണ്ടാണ്. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അയ്യോ പൂജാ സാധനങ്ങൾ കിട്ടുമോ ഇല്ലയോ എന്നും പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാ വകകളെ ചന്ദനത്തിരികൾ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഇത് ചൂലൊക്കെ ഇവിടെ വിൽക്കുന്നത് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പം ഞാൻ ഈ സെക്ഷനിലോട്ട് വരാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ടല്ലേ അവർ വിൽക്കുന്നത്. അപ്പോൾ ഇത് ചിപ്സ് വകകൾ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ചിപ്സ് വകകളും ഇവിടെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ടൗണിൽ പോയി കഴിഞ്ഞാൽ ഒരു റോഡിൽ സാരിക്ക് ഇങ്ങനെ ആൾക്കാർ ചിപ്സ് വറുത്ത് ഫ്രഷായിട്ട് വിൽക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഫ്രഷായിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ക്രേവിങ്സ് നമ്മുടെ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും തിന്നാൻ തോന്നുവാണെങ്കിൽ വന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ അത് ബിസ്ക്കറ്റൊക്കെ നമ്മുടെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമ്മുടെ ഇന്ത്യയിൽ സ്പെസിഫിക് ആയിട്ട് വിൽക്കുന്ന ചില ബിസ്ക്കറ്റ്സ് അല്ലേ, ക്രാക്ക് ജാക്ക്, പാർലേജി, 50-50, അതൊന്നും നമുക്ക് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് ഇന്ത്യൻ സ്റ്റോറിൽ തന്നെ വരണം. ഞാനിപ്പോൾ കറിവേപ്പില വാങ്ങിക്കണമെന്ന് വിചാരിച്ചത്, പക്ഷേ ആ കറിവേപ്പില ഭയങ്കര ഉണങ്ങിയിരിക്കുകയാണ്. പക്ഷേ ചില സമയത്ത് ഞാൻ ഉണങ്ങിയതും വാങ്ങിക്കും. ബിക്കോസ് നമുക്ക്
കരിവേപ്പില വേണമെങ്കിൽ ഇപ്പോൾ വാങ്ങിച്ചാലേ പറ്റുള്ളൂ. പിന്നെ ഇന്ത്യൻ നമ്മുടെ നോർത്ത് ഇന്ത്യക്കാർ ഉണ്ടാക്കുന്ന എല്ലാ കറികളും റെഡിമെയ്ഡ് പാക്കറ്റ്, പാലക് പനീറും എല്ലാം നമുക്കിവിടെ കിട്ടും. പിന്നെ അത് സാധനങ്ങൾ ജസ്റ്റ് ബൂസ്റ്റ്, മൈലോ, ചായപ്പൊടി, പപ്പടം, നൂഡിൽസ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മാഗി മസാല നൂഡിൽസ്, ഓട്സ് നൂഡിൽസ്, അങ്ങനെ എല്ലാ രീതിയിലും അല്ല. അപ്പം നമുക്ക് പെട്ടെന്നൊരു ചേഞ്ച്, അയ്യോ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ സ്റ്റൈൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ചേഞ്ചിലോട്ട് മാറേണ്ടി വരുമെന്ന് നമുക്ക് വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഇന്ത്യൻ ഗ്രോസറി സ്റ്റോർ പല സ്ഥലങ്ങളിലായിട്ട് ഓക്ലാൻഡിലുണ്ട്. ഇതതിൽ വൺ ഓഫ് ദ സ്റ്റോറാണ് കേട്ടോ. എണ്ണകളായാലും നമുക്ക് കടുകെണ്ണയാണെങ്കിലും സെസമി ഓയിലായാലും തേങ്ങ, നമ്മുടെ വെളിച്ചെണ്ണ പോലും നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ അച്ചാർ വകകൾ, ഞാൻ നാട്ടിൽ ചില അച്ചാറുകൾ കണ്ടിട്ടുള്ളൂ, മാങ്ങ, നമ്മുടെ നാരങ്ങ, ചില മീനച്ചാറും ഒക്കെ. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ കണ്ട അത്ര വെറൈറ്റി ഓഫ് അച്ചാറാണ് കേട്ടോ. ഞാൻ നാട്ടിൽ കാണാത്ത ടൈപ്പ് അച്ചാറുകൾ വരെ ഞാനിവിടെ വന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ സെക്ഷനിൽ പറയുമ്പോൾ നമുക്ക് ലൂസായിട്ടുള്ള നമ്മുടെ ഏലക്ക, ഗ്രാമ്പു, അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ നമുക്ക് ജീരകം, അതും ഇതുമൊക്കെ ഇപ്പം ലൂസായിട്ടുള്ള എല്ലാ പരിപ്പ് വകകളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് കിലോ കണക്കിന് വേണ്ട, കുറച്ചൊക്കെ മതിയെന്ന് പറയുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ലൂസിലും വന്ന് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ലൂസിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഈ പാക്കറ്റിനേക്കാൾ ഇത്തിരി വില കുറവുമാണ്. ഇത് അരി വരെ നമുക്ക് ഇവിടെ ലൂസിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എനിക്ക് 10 കിലോ അരി വേണ്ട, 5 കിലോ അരി വേണ്ട, 1 കിലോ വേണ്ട ആൾക്കാർക്ക് ഇങ്ങനെ ലൂസിൽ ഇങ്ങനെ വാങ്ങിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. നല്ലതല്ലേ അത്? അപ്പം ഞാനിവിടെ വാങ്ങിച്ച എല്ലാ സാധനങ്ങൾക്കും ഒരു $100. അത്രയ്ക്ക് സാധനങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിലും എക്കണോമിക് അനുസരിച്ച് ഇത്തിരി എക്സ്പെൻസീവ് തന്നെയാണ്, $100. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നാട്ടിൽ കിട്ടുന്ന എല്ലാം ഇവിടെ കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ടോ? കോമൻസിൽ പറയണേ. താങ്ക് യു.